നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വാർത്താസമ്മേളനം നടത്തി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA-ക്കെതിരെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അൻവർ MLA CPM-നെയും ഇടതുപക്ഷത്തെയും സ്നേഹിക്കുന്ന ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് തുടർച്ചയായി കൈക്കൊള്ളുന്നതെന്ന് ജയരാജൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തോടെ അന്തരിച്ച നേതാവിനെയും ജീവിച്ചിരിക്കുന്ന നേതാക്കളെയും രണ്ട് തട്ടിലാക്കി ചിത്രീകരിച്ച് കൂടുതൽ പരിഹാസ്യനായി അദ്ദേഹം മാറിയെന്നും P. ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇക്കാര്യത്തിൽ വലതുപക്ഷത്തിൻ്റെ ശൈലിയാണ് അൻവർ പിന്തുടരുന്നത്. അതുവഴി തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളെ ആണ് അദ്ദേഹം വഞ്ചിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പരിഹാസ്യമായ വാദഗതികൾ അൻവർ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്ന് തന്നെ പോലീസ് പിന്തുടരുന്നു എന്നുള്ളതാണ്. സ്ഥിരം ഗൺമാനുള്ള താങ്കളെ പോലീസിന് പിന്തുടരേണ്ട ആവശ്യകത എന്താണ്? പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി സഖാവ് KPR ഗോപാലൻ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ നടത്തിയ അപവാദ പ്രചരണങ്ങളെപ്പോലും അതിജീവിച്ച CPM-ന് അൻവർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ നേരിടാൻ നല്ല ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കണം. മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ പിതൃതുല്യനായി കണ്ടിരുന്ന അൻവറിന് താൻ കൈക്കൊണ്ട തെറ്റായ നിലപാട് തുറന്നു കാണിച്ചപ്പോഴാണോ പുതിയ ബോധോദയമുണ്ടായത്? പാർട്ടി ശത്രുക്കളുടെ പാവയാകാൻ ആർക്കും കഴിയും. പാർട്ടിയെ തകർക്കാൻ തീവ്ര ശ്രമം നടത്തുന്നവരുടെ ആയുധമാണ് അൻവർ സ്വയം മാറിയിരിക്കുന്നത്. ഇപ്പോൾ തീയാകേണ്ടത് CPM-നെ ഹൃദയത്തിലേറ്റുന്ന ഓരോ മനുഷ്യരുമാണ്. പാർട്ടി ശത്രുക്കൾക്ക് അമ്മാനമാടാൻ വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല നമ്മുടെ പാർട്ടിയും നേതൃത്വവും. അത് നമ്മുടെ രക്തമാണ്, ജീവനാണ്. ആ ജീവനെ ചേർത്ത് പിടിച്ച് ധീര രക്തസാക്ഷികളുടെ ഹൃദയരക്തത്തെ സാക്ഷി നിർത്തി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഒറ്റുകാരുടെയും ശത്രുക്കളുടെയും അപവാദ പ്രചരണങ്ങളിലും ചതിപ്രയോഗങ്ങളിലും കടന്നാക്രമണങ്ങളിലും തെല്ലും പതറിപ്പോകാതെ ഈ ചെങ്കൊടി ഇനിയും ഉയർത്തിപ്പിടിച്ച് പോരാട്ടം തുടരുമെന്ന് എന്നും ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ അൻവർ നടത്തിയ വസ്തുതാവിരുദ്ധമായ ആക്ഷേപങ്ങൾ CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി തള്ളി. അൻവറിൻ്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. ഒരു ജനപ്രതിനിധിക്ക് ഇണങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് അദ്ദേഹം നടത്തിയത്. സ്വർണ്ണക്കടത്ത് മാഫിയയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് വാർത്താസമ്മേളനം. അൻവർ പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അറിയപ്പെടുന്ന കള്ളക്കടത്ത് ക്യാരിയർമാരാണ്. ഇവരെ മഹത്വവൽക്കരിക്കുകയും സംരക്ഷിക്കുകയും ആണ് അൻവർ ചെയ്തത് എന്നും മോഹൻദാസ് കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്തിനും ഹവാല ഇടപാടുകൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത്. പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്തും ഹവാല ഇടപാടും സുഗമമാക്കുന്നതിനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ സഹായിക്കുന്നത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പിൻ്റെ പരിപാടിയിൽ ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചത്. വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടതാണ്. ജനപ്രതിനിധിക്ക് നിരക്കാത്ത രീതിയിൽ എന്തും വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി അൻവർ സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA-ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തതാണ് ഇത്തരം നിലപാടുകൾ. ഇത്തരം പ്രവർത്തികൾ തിരുത്തണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരുന്നു. വലതുപക്ഷ ശക്തികൾക്ക് സഹായകരമായ പരസ്യ പ്രസ്താവനയുണ്ടാകില്ലെന്ന് ജില്ലാ നേതൃത്വത്തിന് ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള പരസ്യ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് PV അൻവർ തരം താണു. ഇത്തരം പ്രസ്താവനകളും പ്രവർത്തികളും ആവർത്തിക്കുന്ന രീതി തിരുത്താൻ സന്നദ്ധമാകണം. വലതുപക്ഷത്തിൻ്റെ ആയുധമായി പ്രവർത്തിക്കുന്ന PV അൻവറിൻ്റെ പ്രസ്താവനകളെയും പ്രവർത്തികളെയും അവജ്ഞയോടെ തള്ളിക്കളയാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പ്രസ്താവനയിൽ പറഞ്ഞു.